നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ ഗുരുതര വീഴ്ചകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അന്വേഷണം CBIക്ക് കൈമാറുന്നതിലാണ് വീഴ്ച വന്നിരിക്കുന്നത്. വിജ്ഞാപനവും പെർഫോമ റിപ്പോർട്ടും ഇന്നലെയായിരുന്നു കേന്ദ്രത്തിന് കൈമാറിയത്. കേന്ദ്രത്തിന് അയക്കേണ്ട വിജ്ഞാപനം ആഭ്യന്തര വകുപ്പ് 16-ന് അയച്ചു. എന്നാൽ അത് കൊച്ചിയിലെ CBI ഓഫീസിലേക്കായിരുന്നു അയച്ചത്. ഗുരുതര വീഴ്ചയിൽ ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടി തപ്പാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാർ ഇതുവരെ നൽകിയ വിശദീകരണം മാർച്ച് 9-ന് ഇറക്കിയ വിജ്ഞാപനം 16-ന് കേന്ദ്രത്തിന് കൈമാറിയെന്നായിരുന്നു. പക്ഷേ വിജ്ഞാപനം 16-ന് നൽകിയത് കേന്ദ്രത്തിനായിരുന്നില്ലെന്നും മറിച്ച് കൊച്ചിയിലെ CBI യൂണിറ്റിന് മാത്രമായിരുന്നു എന്നുമുള്ള വിവരം ഒടുവിൽ പുറത്തുവന്നു. വിജ്ഞാപനത്തിനൊപ്പം കൈമാറേണ്ട പെർഫോമ റിപ്പോർട്ട് നൽകിയത് ഇന്നലെയായിരുന്നു. CBIക്ക് അന്വേഷണത്തിൽ നിലപാടെടുക്കണമെങ്കിൽ FIRന്റെ പരിഭാഷയും കേസിന്റെ നാൾവഴികളും അടങ്ങിയ പെർഫോമ റിപ്പോർട്ട് കൂടി കിട്ടണം. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി രേഖകൾ കൃത്യമായി കേന്ദ്രത്തിന് എത്തിക്കേണ്ട സ്ഥാനത്താണ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ രേഖകൾ വെച്ച് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ചെയ്തുവെന്ന് പുറത്ത് അവകാശപ്പെടുമ്പോൾ ഒരു നടപടിക്രമവും സംസ്ഥാനം പൂർത്തിയാക്കിയിരുന്നില്ല. സിദ്ധാർത്ഥന്റെ കുടുംബം വീണ്ടും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്ത് വന്നതോടെ ഇന്നലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തര വകുപ്പിലെ M സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി VK പ്രശാന്ത, സെക്ഷൻ ഓഫീസർ ബിന്ദു VK, അസിസ്റ്റന്റ് അഞ്ജു SL എന്നിവർക്കാണ് ഫയൽ നീക്കത്തിലെ മെല്ലപ്പോക്കിൽ സസ്പെൻഷൻ. ഉദ്യോഗസ്ഥരുടെ ഗുരുതര വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് സസ്പെൻഷൻ ഉത്തരവ്. 20-ന് DGP ആവശ്യപ്പെട്ടിട്ട് പോലും ഫയൽ നീങ്ങില്ലെന്നും ഉത്തരവിൽ പറയുന്നു. കേന്ദ്രത്തിന് വിജ്ഞാപനം അയച്ചോ എന്ന് ഉറപ്പാക്കേണ്ടതിൽ ആഭ്യന്തര സെക്രട്ടറിക്ക് അടക്കം വീഴ്ചയുണ്ടായി. ഇതിനിടയിലാണ് 3 ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമുള്ള നടപടി. വിജ്ഞാപനം ഇറക്കി 17-ാം ദിവസമാണ് സർക്കാരിന്റെ അലംഭാവം കൊണ്ട് നഷ്ടമാക്കിയത്. പേരിന് വിജ്ഞാപനം ഇറക്കി വിവാദം അവസാനിപ്പിക്കാൻ മാത്രമായിരുന്നു സർക്കാർ ശ്രമമെന്നാണ് വീഴ്ചകളുടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം അന്വേഷണ നടപടി വൈകിയതിൽ ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല വീഴ്ചയുണ്ടായതെന്നും ഉന്നത ഉദ്യോഗസ്ഥർക്കും വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും സിദ്ധാർത്ഥന്റെ അച്ഛനും പ്രതികരിച്ചു. CBI അന്വേഷണത്തിനായി സർക്കാർ വിജ്ഞാപനം ഇറക്കിയതിനു ശേഷം 17 ദിവസം ഉന്നത ഉദ്യോഗസ്ഥർ എന്തു ചെയ്യുകയായിരുന്നുവെന്നും അച്ഛൻ ചോദിച്ചു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിക്കെതിരെ നടപടി വേണം. 16-ന് കത്ത് അയച്ചുവെന്നാണ് ആഭ്യന്തര വകുപ്പിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നുവെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.